സൈഡ് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന ആളാണോ നിങ്ങൾ? കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നെക്ക്, ഷോൾഡർ അല്ലെങ്കിൽ കയ്യിൽ പെയിനോ സ്റ്റിഫ്നെസ്സോ തരിപ്പോ എന്തെങ്കിലും അനുഭവപ്പെടാറുണ്ടോ? എന്നാൽ പ്രോബ്ലം നിങ്ങളുടെ പില്ലോവോ നിങ്ങളുടെ മാട്രസോ അല്ല, നിങ്ങളുടെ പോസ്റ്ററാണ്, സ്ലീപ്പിംഗ് പോസ്റ്റർ. ആസ് എ ഡിഫൻസ് മെക്കാനിസം നമ്മൾ ഉറക്കത്തിൽ ഒരു 20 to 30 ടൈംസ് നമ്മൾ ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ സ്പൈൻ ഒരു ഫോൾട്ടി പോസ്റ്ററിൽ സ്റ്റിഫ് ആവാതെ നമുക്ക് സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നമ്മുടെ സ്റ്റാർട്ടിംഗ് പോസ്റ്റർ അവിടെയുള്ള സപ്പോർട്ട് ഇൻഅഡിക്വേറ്റ് ആണെങ്കിൽ ഇതുപോലത്തെ സിംറ്റംസ് എല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെടും. ക്വിക്ക് ടിപ്സ് ആയിട്ട് എങ്ങനെ ഒരു നല്ലൊരു പോസ്റ്റർ, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോസ്റ്റർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. പ്ലേസ് എ പില്ലോ ബിറ്റ്വീൻ ദ നെക്ക് സോ ദാറ്റ് നമ്മുടെ ഷോൾഡറും നെക്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു അളവിനുള്ള ഒരു പില്ലോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതേപോലെ while you're lying onto your side, in between your knees ഒരു പില്ലോ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹിപ്പ് ഇറ്റ് വിൽ നോട്ട് റൊട്ടേറ്റ് ടു ദ സൈഡ്. ഹിപ്പിലേക്കുള്ള ലോഡും നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. ഓൾവേസ് റിമെമ്പർ ടു ഹഗ് എ പില്ലോ സോ ദാറ്റ് നമ്മുടെ ഷോൾഡറിൽ വരുന്ന കംപ്രഷനും ഇംപിഞ്ച്മെന്റും എല്ലാം അതിൽ കുറയ്ക്കാൻ പറ്റും. റിമെമ്പർ, പില്ലോ ഇസ് നോട്ട് എ സപ്പോർട്ട് ഓൺലി ഫോർ യുവർ നെക്ക്. നമ്മുടെ ഹോൾ സ്പൈനിനെ ന്യൂട്രൽ പൊസിഷനിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പില്ലോ ഹെൽപ്ഫുൾ ആവും. നമ്മുടെ പോസ്റ്റർ ശരിയായാലേ നമ്മുടെ ഉറക്കം ശരിയാവുള്ളൂ. നമ്മുടെ ഉറക്കം ബെറ്റർ ആയാൽ മാത്രമേ നമ്മുടെ നെക്സ്റ്റ് ഡേ വളരെ പ്രൊഡക്റ്റീവ് ആവുള്ളൂ.